ഹായ് ഓൾ, എല്ലാവർക്കും എജൂസാറ്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. SLC 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും അതിൻ്റെ കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പല കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും ഈ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ടായിട്ട് പോവാം. കൃത്യമായി അതിന്റെ കൺസെപ്റ്റുകൾ ക്ലിയർ ആയി മനസ്സിലാക്കി പോയാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു വരാടാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അല്ലെങ്കിൽ വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ആ ചാപ്റ്ററിൽ തന്നെ ഉണ്ട് ആ സംഭവം എന്താണുള്ളത്. കാരണം അവിടെ വൃത്തങ്ങളും ഉണ്ട്, ആ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കോണുകളുണ്ട്. ഇവരെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പം അതിലെന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചാപ്റ്ററിന്റെ ആ ഒരു മെയിൻ കണ്ടന്റിലേക്ക് തന്നെ പോകാം. സോ സർക്കിള്, നമുക്ക് സർക്കിൾ തന്നെ എടുക്കാം. ഒരു സർക്കിളിനെ നമ്മൾ എടുത്തു. ഈ എടുത്തിരിക്കുന്ന സർക്കിളിനകത്ത് നമ്മൾക്കറിയാം, സർക്കിളിന് ഒരു സെന്റർ കാണും. സർക്കിളിന്റെ സെന്ററിൽ കൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ എന്ന് പറയും. സർക്കിളിന്റെ സെന്ററിൽ കൂടെ വരയ്ക്കുന്ന ഈ വരയെ വിളിക്കുന്ന പേര് എന്താണ്? ഡയമീറ്റർ, അല്ല എങ്കിൽ വ്യാസം എന്ന് പറയും. സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വര വരച്ചാൽ ആ വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ്, അല്ല എങ്കിൽ ഞാൻ എന്ന് പറയും. ഞാൻ, മലയാളത്തിൽ ഞാൻ എന്ന് പറയും, കോഡ് അല്ലെങ്കിൽ ഞാൻ. ശ്രദ്ധിച്ചു വെച്ചോണം, ഒരു സർക്കിളിന് സെന്റർ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്ററിൽ കൂടെ ഒരു വര വരയ്ക്കുകയാൽ ആ വരയെ വിളിക്കുന്ന പേര് ഡയമീറ്റർ ആണ്. സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സർക്കിളിനകത്ത് ഒരു വര വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഡ്, അല്ല എങ്കിൽ ഞാനെന്ന് പറയപ്പെടും. സർക്കിളിനകത്ത് ഈ കോഡ് ഉണ്ടല്ലോ, താഴെ വരയ്ക്കുമ്പോൾ കോഡിന്റെ നീളം ചെറുതായിരിക്കും. മുകളിലോട്ട് വരുന്നതനുസരിച്ച് ആ കോഡിന്റെ നീളം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടി 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 അറ്റ് ലാസ്റ്റ് നമ്മുടെ സെന്ററിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ ലെങ്ത് ആയിരിക്കും കോഡിന് ഉണ്ടാവുന്നത്. പിന്നെ അവിടെ നിന്ന് പുറന്നോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. ഓക്കെ, അപ്പം സർക്കിളിന്റെ ഡയമീറ്ററിനെ കുറിച്ച് പറഞ്ഞു, കോഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, കോഡിന്റെ കേസ്, നമ്മൾ സർക്കിളിന്റെ കേസിൽ തന്നെ പറയുവാണെങ്കിൽ, അതായത് ഇവിടെ തന്നെ പറയാം. നമുക്ക് അടുത്തൊരു സർക്കിൾ എടുത്തിട്ട് ആ സർക്കിളിന്റെ കേസിനെ തന്നെ നമുക്ക് പറഞ്ഞു തരാം. അതായത് സർക്കിൾ എടുത്തു, സർക്കിളിനകത്തുള്ള ഒരു കോഡുണ്ട്, സർക്കിളിന് താഴെ ഒരു കോഡുണ്ട്. സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ കോഡിലേക്ക് വരയ്ക്കുന്ന വരയെന്ന് പറയുന്ന എന്താണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, സർക്കിളിന് ഒരു കോഡുണ്ട്, ആ കോഡിലേക്ക് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന വര എന്ത് വരയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ ലൈൻ ആണ് എങ്കിൽ ആ കോഡിനെ അതെന്ത് ചെയ്യും? ബൈസെക്റ്റ് ചെയ്യും. മനസ്സിലാക്കി വെച്ചോണേ. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ സെന്ററിൽ നിന്നും എങ്ങോട്ട് വരയ്ക്കുന്ന വര? കോഡിലേക്ക് വരയ്ക്കുന്ന വര. ഇത് AB ആണ്, ഇത് ഇവിടുത്തെ സാധനം C ആണ് എങ്കിൽ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന വര പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആണ് വരയ്ക്കുന്നത് എങ്കിൽ ആ C എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് അത് ബൈസെക്റ്റ് ചെയ്യണം. ബൈസെക്റ്റ് ചെയ്തിട്ട് എങ്ങനെ മാറും? AC എന്ന് പറയുന്ന അകലവും BC എന്ന് പറയുന്ന അകലവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണ്, പക്കയാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സർക്കിളിന്റെ സെന്ററിൽ കൂടെ വരയ്ക്കുന്ന ഏറ്റവും വലിയ വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞു. സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആളെ കോഡ് അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞു. ഞാനിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പൊ പറഞ്ഞ ആ ഞാണിലേക്ക് അല്ലെങ്കിൽ ആ കോഡിലേക്ക് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന വര പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ആ കോഡിനെ എന്ത് ചെയ്യും? അത് ബൈസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ സമഭാഗം ചെയ്യും. പക്കയാണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലടാ മക്കളെ? അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചോണം. കാര്യം നമുക്ക് ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടി അത്യാവശ്യമായിട്ട് വരും, ഈ ബൈസെക്ഷന്റെ കണ്ടീഷൻ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ കഷ്ണങ്ങൾ. പാർട്സ് ഓഫ് എ സർക്കിൾ. പാർട്സ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിളിനെ മുറിക്കുക, അത്രയേ ഉള്ളൂ സംഭവം. അതായത് നമ്മൾ സർക്കിളിനെ എടുക്കുന്നതാ. നമ്മൾ സാധാരണ ഗതിയിൽ സർക്കിൾ ഷേപ്പുള്ള ഒരു കേക്ക് ആണെന്ന് കരുതുക. ഈ കേക്കിന് നമ്മൾ മുറിക്കുന്നത് എങ്ങനെ? സർക്കിളിന്റെ സെന്ററോട് ചേർത്തല്ലേ മുറിക്കുന്നത്. അത് തന്നെ ഇവിടെയും നമുക്ക് എപ്പോഴും ഒരു പീസ് അല്ലെങ്കിൽ കഷ്ണത്തെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന എവിടെ വെച്ചായിരിക്കും? സർക്കിളിന്റെ സെന്ററിനോട് ചേർത്തായിരിക്കും. അപ്പൊ സർക്കിളിന്റെ സെന്ററിനോട് ചേർത്ത് നമ്മൾ ഒരു പീസിനെ മുറിക്കുമ്പം സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാകും. ആംഗിളിനെ ഞാൻ എന്ത് വിളിക്കുന്നു? X എന്ന് വിളിക്കുന്നു.
അപ്പൊ സർക്കിളിനെ നമ്മൾ അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിക്കുന്ന ഏതൊരു വസ്തുവിനെ നമ്മൾ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് ചേർത്താണ് മുറിക്കുന്നത്? സർക്കിളിന്റെ സെന്ററിനോട് ചേർത്തായിരിക്കും നമ്മൾ മുറിക്കപ്പെടുന്നത്. ആ സർക്കിളിന്റെ സെന്ററിലെ ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്സ് ഓഫ് എ സർക്കിൾ, ആ സർക്കിളിന്റെ എത്ര ഭാഗമാണ് നീ മുറിച്ചെടുത്തത്, അല്ലെങ്കിൽ ഈ മുറിച്ചെടുത്ത ഈ ആർക്ക് അതിന്റെ എത്ര ഭാഗമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് അതിന്റെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ ആ സർക്കിളിന്റെ ആ ഒരു പീസ്, ആ സർക്കിളിന്റെ ഫുൾ ഓഫ് കഷ്ണങ്ങളെ വെച്ച് നോക്കും, ഫുൾ ഓഫ് പീസുകളെ വെച്ച് നോക്കുമ്പോൾ എത്ര ഭാഗമാണ്, എത്ര പാർട്സ് ആണെന്ന് ചോദിച്ചാൽ ഒറ്റ ഇക്വേഷനുള്ള ഈ ഇപ്പൊ കിട്ടിയ സെൻട്രൽ ആംഗിളിന്റെ നേരെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താ പറഞ്ഞ നമ്മൾ സർക്കിളിനെ പാർട്സ് കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഈ കഷ്ണങ്ങളാക്കി മാറ്റുന്ന സമയത്ത് അത് എത്ര പീസാണ്, അല്ലെ എത്രാമത്തെ പീസാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് മക്കളെ ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആ തന്നിരിക്കുന്നയാളിനെ, എക്സിനെ, അല്ലെ ആ തന്നിരിക്കുന്ന ആ സെക്ടറിനെ, ആ കഷ്ണത്തിന്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടായിരിക്കും, ആ ആംഗിളിനെ നേരെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 360 ഡിഗ്രി കൊണ്ട് ഹരിച്ചാൽ മക്കളെ നമുക്ക് ആ സർക്കിളിന്റെ പാർട്സ് ഉണ്ട്. ഓക്കെയാണ്. ഇത് വെച്ചൊരു കണക്ക് നമുക്ക് നോക്കാം. അതാണ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ? താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ അടയാളപ്പെടുന്ന ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ അതിനു മുമ്പേ എനിക്ക് വേറൊരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് മക്കളെ ഇവിടെ പഠിക്കാനുള്ള മറ്റൊരു പ്രധാന ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. ഒരു സെന്ററിലെ ആംഗിൾ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെക്ടറിന്റെ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ പാർട്സ് ഓഫ് എ സർക്കിൾ കാണാൻ ആംഗിളിനെ നേരെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 360 കൊണ്ട് ഹരിച്ചാൽ മതി. ഇങ്ങനെ ഹരിക്കണമെങ്കിൽ ആ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന ആംഗിൾ എവിടെ ഉണ്ടാവണം? സർക്കിളിന്റെ സെന്ററിൽ ഫോം ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ കണക്ക് നോക്കിയാൽ നമ്മുടെ ഈ ചോദ്യപ്രകാരം ഈ ഉണ്ടായേക്കുന്ന 40 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ സർക്കിളിന്റെ സെന്ററിലാണോ? അല്ല, സർക്കിളിന്റെ സെന്ററിൽ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ പോലെ 40/360 എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല, ഇത് തെറ്റാ, റോങ് ആണ്. അങ്ങനെ എഴുതിയേ ചെയ്യരുത് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യം എനിക്ക് അപ്പുറത്ത് പറയാനുള്ളത് മക്കളെ, പറയാനുള്ള കേസ് ഇതാടാ. ഞാൻ അവിടെയും വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു സർക്കിളിനെ എടുക്കുന്നടാ. സർക്കിളിനകത്തടാ സെന്ററിൽ നിന്ന് ഒരു ആംഗിൾ ഇങ്ങോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. സർക്കിളിന്റെ സെന്റർ ഇവിടെയാണ് ഉണ്ടാകുന്ന ഒരു ആംഗിൾ. ഓ എന്ന് പറഞ്ഞ സെന്റർ ആണ്. ഇതേ എയിൽ നിന്നും ഇതേ ബിയിൽ നിന്നും സർക്കിളിന്റെ ഇപ്പുറത്തെ ആർക്കിലേക്ക്, എ ബിക്ക് 2 ആർക്കുണ്ട്, ഇത് മൈനർ ആർക്കും ഉണ്ട്, മേജർ ആർക്കും ഉണ്ട്. വലിയ ആർക്ക്, ചെറിയ ആർക്കാണ് താഴെ പോയേക്കുന്നത്, വലിയ ആർക്കാണ് ഇപ്പുറത്തൂടെ വന്നേക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇവിടെ, ഇതിന്റെ താഴെ ഉണ്ടാകുന്ന സാധനം, അതായത് മൊത്തം പോയി, നമുക്കൊന്നുകൂടെ ചെയ്യാം. നമുക്ക് പണിയൊന്നുമില്ല, നമുക്ക് വീണ്ടും എടുത്താൽ പോരെ. സർക്കിൾ എടുത്തു. സർക്കിളിനകത്ത് നമുക്ക് സർക്കിളിന്റെ സെന്റർ ഉണ്ടാ, ഒ എന്ന് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് എ ആണ്, ഇങ്ങോട്ട് വരയ്ക്കുന്നത് ബി ആണ്. ഇതേ എയിൽ നിന്നും ഇതേ ബിയിൽ നിന്നും സർക്കിളിന്റെ മറ്റൊരു പോയിന്റിലേക്ക് ഞാൻ വരച്ചുണ്ടാക്കും, അത് നമ്മൾ സി എന്ന് കൊടുക്കും. അപ്പൊ മക്കൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ ഓണം എക്സാം ഒരു മാർക്കിന്റെ സെക്ഷനിൽ ചോദിക്കും, അല്ലാതെ മറ്റു മാർക്കുകളിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പഠിച്ചുകൊണ്ട കാര്യം എന്താടാ, ഈ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്നത് ഈ ആംഗിള് എന്ന് പറയുന്നയാൾ എക്സ് ആണ് എങ്കിൽ, ഇവിടുത്തെ ആംഗിൾ എക്സ് ആണ് എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും. പകുതിയാണ് x/2 എന്ന് പറയുന്നത്. ക്ലിയർ ആണ്, പക്കയാണ്, പഠിച്ചു മനസ്സിലാക്കി വെച്ചോണം. എന്താടാ പറഞ്ഞേക്കുന്നത്? ക്ലിയർ ആയിട്ട് ആ ഫിഗർ മനസ്സിലേക്ക് കേട്ട. സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിള് ഒരേ എയിൽ നിന്നും ഒരേ ബിയിൽ നിന്നും ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ അതേ എയിൽ നിന്നും അതേ ബിയിൽ നിന്നും അതിന്റെ അടുത്ത ആർക്ക് അതിലെവിടെയെങ്കിലും ഉണ്ടാകുന്ന ആംഗിൾ, ഇപ്പൊ ഈ മുകളിലേക്ക് തന്നെ വരണമെന്നില്ല, ഈ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടേക്ക് വന്നാലും മതി, അത് ഓൺ ദി സർക്കിൾ ആകണമെന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ അവിടുത്തെ ആംഗിളും മറ്റേതിന്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അപ്പൊ നേരെ തിരിച്ചു പറഞ്ഞാലോ, ആ ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും എവിടെ വരുന്നത്? സർക്കിളിന്റെ സെന്ററിൽ വരുന്നത്. ക്ലിയർ ആണ്, പക്കയാണ്, പഠിച്ചു വെച്ചോണേ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ചെയ്ത് എഴുതി പഠിക്കുക. ഉറപ്പാ ഇത് വെച്ചൊരു ചോദ്യം ഉണ്ടായിരിക്കണം എക്സാം, നിങ്ങൾ നോക്കി വെച്ചോ. ഈ ഒരു കൺസെപ്റ്റിനെ വെച്ചുള്ള ചോദ്യം ഉറപ്പായിട്ടും ഓണം എക്സാമിനാണെങ്കിൽ, ക്രിസ്മസ് എക്സാമിനാണെങ്കിൽ, ഫൈനൽ എക്സാമിനും ചോദിച്ചിരിക്കും.
അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരാളായതുകൊണ്ടായി പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താ പറഞ്ഞത് മക്കളെ? സർക്കിളിന്റെ സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാവുന്നു, എയും ബി എന്ന രണ്ട് പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുവെങ്കിൽ അതേ എയിൽ നിന്നും അതേ ബിയിൽ നിന്നും അതിന്റെ അടുത്ത ആർക്കിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ ഇതിന്റെ നേരെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അത് വെച്ച് മക്കൾ ഇതൊന്ന് പറഞ്ഞു തന്നേടാ. എനിക്ക് ഇവിടുത്തെ പാർട്സ് എത്ര ഭാഗമാണെന്ന് കാണണം. ആ എത്ര ഭാഗമാണെന്ന് കാണണമെങ്കിൽ ഈ സർക്കിളിന്റെ സെന്ററിലെ ആംഗിൾ ഇവിടെ ഉണ്ടായ ഈ 40 ഡിഗ്രി കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് പോയിന്റുകളിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് വരച്ചുണ്ടാക്കണം. ഇതാണ് സർക്കിളിന്റെ സെന്റർ എന്ന് വരും. അതല്ല കറക്റ്റ് വരുന്നത് കുറച്ചുകൂടി നീട്ടാണ്. ഇവിടെ കാണാൻ പറ്റും സെന്റർ. ഇങ്ങോട്ട് വരച്ചുണ്ടാക്കും. ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. സോ ഇത് O ആണ്. ഇപ്പൊ പഠിച്ച കോൺസെപ്റ്റ് വെച്ച് പറഞ്ഞ ഇതേപോലെയല്ല അപ്പുറത്ത് ഫിഗർ നടക്കുന്ന. ഇവിടെ വരുന്ന ആംഗിൾ എന്താണെങ്കിലും അതിന്റെ ഡബിൾ ആയിരിക്കും സെന്ററിൽ വരുന്നത്. അപ്പം ഇവിടെ വന്നേക്കുന്ന ആംഗിൾ 40 ആണെങ്കിൽ സർക്കിളിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ എന്തായിരിക്കും? അതിന്റെ ഇരട്ടി 80 ഡിഗ്രി ആയിരിക്കും. പേര് കൊടുത്താൽ എയും ബി എന്ന് കൊടുത്താൽ ആംഗിൾ AOB എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാടാ? 80 ഡിഗ്രി. എങ്കിൽ നമ്മുടെ പാർട്സ് ഓഫ് എ സർക്കിൾ, നമ്മുടെ പാർട്സ് കാണാൻ വേണ്ടി എന്താ ചെയ്യണ്ട? നേരത്തെ ഫോർമുല നമ്മൾ പഠിച്ചു. ആ സർക്കിളിന്റെ സെന്ററിൽ വരുന്ന ആംഗിൾ എന്താണെങ്കിലും ആംഗിളിന്റെ നേരെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ആംഗിൾ എത്രടാ? 80 ഡിഗ്രിയാ. മക്കൾ 80 ഡിഗ്രി നേരെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ആ 80നെ നേരെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്ത് സംഭവിക്കും? ഈ 0യും ക്യാൻസൽ ആയി പോകടാ. 8 36 കൊണ്ടാ. 8നെ 36നെ എന്ത് ചെയ്യാം? 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 8നെ 2 വെച്ച് കട്ട് ചെയ്താൽ 4 എന്ന് വരും. 36നെ 2 വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 2 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ ഇത് കട്ട് ആയി പോകുമ്പോൾ എത്ര കൂടാ? 2നെ കട്ട് ചെയ്താൽ 2 വരും. 8നെ കട്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. അല്ലെങ്കിൽ 1 ഒറ്റ സ്റ്റെപ്പിൽ 8/36 4 കൊണ്ട് കട്ട് ചെയ്താലും മതി. 8നെ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 വരും. 36 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 9 എന്ന് വരും. 2/9. അതായത് ഒരു 9 പീസായി കട്ട് ചെയ്താൽ അത് 2 പീസ് നിൽക്കുന്ന എവിടെ? ആ 80 ഡിഗ്രി അല്ലെങ്കിൽ ആ AB എന്ന ആർക്കിലാണ്. അപ്പൊ AB എന്ന ആർക്കിന്റെ ഭാഗം അല്ലെങ്കിൽ പാർട്സ് എന്ന് പറഞ്ഞ എത്രടാ? 2/9 ആണ്. ക്ലിയർ ആണ്? പക്കയാണ്? മനസ്സിലാക്കി കൃത്യമായി പഠിച്ചു വെക്കണേ പറഞ്ഞ കാര്യങ്ങൾ. എന്താ നമ്മൾക്ക് പറഞ്ഞു തന്നേക്കുന്ന? ആ തന്നിരിക്കുന്നതിന്റെ പാർട്സ് അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നയാളിനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ സെൻട്രൽ വരുന്ന ആംഗിളിനെ നേരെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ ഈ ചോദ്യത്തിന് സെൻട്രൽ ആംഗിൾ ഉണ്ടോ? സെൻട്രൽ ആംഗിൾ ഇല്ല. ആ ഒരു മൂലക്കത്തെ ആംഗിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ സെൻട്രൽ ആംഗിളിനെ കാണാൻ വേണ്ടി ആ തന്നിരിക്കുന്ന ആംഗിളിന്റെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. 40 ആണ്. എത്ര ഡിഗ്രി വരും? 80 ഡിഗ്രി വരും. സോ 80നെ നേരെ 360 കൊണ്ടായിരിക്കും. ക്ലിയർ ആണ്?